നമുക്കെല്ലാവർക്കും അറിയായിരിക്കും പാലാരിവട്ടം തൊട്ട് കാക്കനാട് വരെയുള്ള കൊച്ചി മെട്രോയുടെ ഫേസ് 2 വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന പോർഷൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും പാടിയോട്ട് ആലഞ്ചോട് ഒരു ഏരിയയാണ്. ആലഞ്ചോടിലൊരു വളവ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ പുതിയ പില്ലറുകൾ പൊങ്ങിയിട്ടുണ്ട് എന്തായാലും മെട്രോയുടെ. അപ്പോൾ ഈ ഒരു വളവല്ല ഞാൻ പറഞ്ഞിരുന്നത്. ഇപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് നമ്മുടെ തൃക്കാക്കരയിലേക്ക് കടക്കുന്ന പാലം വരെ ഏകദേശം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ ഏറ്റവും വലിയ വളവ്, അതായത് മെട്രോ റെയിലിൻ്റെ ഏറ്റവും വലിയ വളവ് ഫേസ് 2 കാക്കനാട് ജംഗ്ഷനിൽ നിന്ന് തിരിയുന്നിടത്ത് ആയിരിക്കണം. പക്ഷേ ഇപ്പോൾ നിലവിൽ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പാലാരിവട്ടം ഇപ്പോൾ കാണുന്ന പാലാരിവട്ടം ബ്രിഡ്ജാണ്. അതിൻ്റെ ഇപ്പുറത്ത് POCയുടെ ബിൽഡിംഗ് ഉണ്ട്. ഈ ഒരു വളവായിരിക്കണം ഏറ്റവും വലിയൊരു വളവുള്ള, അതായത് മെട്രോ റെയിലിൻ്റെ ഏറ്റവും വലിയ വളവ് ഇതായിരിക്കണം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയുന്നത്, ഇപ്പുറത്ത് ഒരു വളവുണ്ട്, പക്ഷേ അത് അത്രത്തോളം വരാൻ എനിക്ക് തോന്നണില്ല അത്രത്തോളം വരുമെന്ന്. പിന്നെ അതുപോലെ അവിടെ കാണുന്ന ഗാർഡൻ കോട്ട് അപ്പാർട്ട്മെൻ്റ് ഉണ്ട് നമ്മുടെ ഈ POCയുടെ ഓപ്പോസിറ്റ് തന്നെയായിട്ട്. അതിൻ്റെ വാതിക്കലെത്തുമ്പോൾ നിങ്ങളെല്ലാവരും അതിൽ വണ്ടിയായിട്ട് പോകണവരായിരിക്കും. അപ്പോൾ അവിടെ എത്തുമ്പോൾ ഒരു വണ്ടിക്ക് പോകാൻ മാത്രം ഒരു ഗ്യാപ്പുള്ള രീതിയിൽ അവിടെ വന്ന് ഇങ്ങനെ സ്ലാബ് ചാടി നിൽക്കണവരെ ആ ഒരു വളവ് അങ്ങോട്ട് ക്ലിയർ അല്ല. അതെന്തുകൊണ്ട് അങ്ങനെ പറ്റി, അല്ലെങ്കിൽ ഭാവിയിൽ അത് ക്ലിയർ ആവുമോ എൻ്റെ സംശയങ്ങളാണ്. അതിവിടെ മാത്രമല്ല, അപ്പുറത്തുനിന്ന് വരുമ്പോൾ ചെമ്പൂക്ക് സൈഡിൽ നിന്ന് വരുമ്പോൾ പഴയ റീൽ അറേബ്യ ഉണ്ടായിരുന്നതിൻ്റെ ഓപ്പോസിറ്റും ഇതേപോലെ ഒരു വളവ് ഉണ്ട്, ക്ലിയർ ആയിട്ടല്ലാത്ത രീതിയിൽ. ഭാവിയിൽ റെഡിയാവുമില്ല, അതാണ് എൻ്റെ ചോദ്യം. അതുപോലെ ഇതിൻ്റെ ഓപ്പോസിറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഇതേപോലെ ഇങ്ങനെ സ്ലാബായി കിടക്കുന്നുണ്ട്. എന്തായാലും എല്ലാം ഭാവിയിൽ ശരിയാവുമെന്ന് വിശ്വസിക്കാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം.